ഇന്ന് സ്വയം പ്രഖ്യാപിത എക്സ് മുസ്ലിങ്ങളൊക്കെ സംഗീതത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരാൾ ഞാനൊരു എക്സ് മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചു വന്നാൽ അവനിൽ കാണുന്ന പ്രവണത എന്താ? ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, ആ ചാനലിൽ ദിവസവും ലൈവിൽ വരുന്നു, എന്നിട്ട് ഞാൻ പറഞ്ഞു, ഓരോ മുസ്ലിം വീട്ടിലും ഒരു ഭീകരവാദ സംഘടന തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ചെറിയ തോതിലും വലിയ തോതിലും എന്ന് തന്നെ നമുക്ക് പറയാം. ചിലത് 10% തീവ്രവാദികൾ, ചിലത് 90% തീവ്രവാദികൾ. കേട്ടില്ലേ? ഓരോ മുസ്ലിം വീടുകളും തീവ്രവാദ കേന്ദ്രങ്ങളാണ്. അങ്ങനെ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, അവർ ഭീകരവാദികളാണ്, അവരുടെ പ്രവാചകൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേൾക്കുന്ന വിശ്വാസികൾ അത് കേട്ടുകൊണ്ട് വിഷമിക്കുമ്പോൾ ആ വിഷമം കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരു തരം സൈക്കോകളായി മാറിയിരിക്കുന്നു ഇന്ന് സ്വയം പ്രഖ്യാപിത എക്സ് മുസ്ലിങ്ങൾ. അതിൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട ഒരു എക്സ് മുസ്ലിമാണ് ഷാരോൺ സാപ്പിയൻ. അയാളുടെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈസെക്ഷൽ ആണ് എന്നാണ്. അഥവാ സ്ത്രീയോടും പുരുഷനോടും ലൈംഗികമായി ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ചരിത്ര പുരുഷന്റെ സെക്ഷൽ ഓറിയന്റേഷൻ സംബന്ധിച്ച ചർച്ചയാണ് നാം ഇന്നിവിടെ നടത്തുന്നത്. അത് മറ്റാരുമല്ല, ഇസ്ലാം മതസ്ഥാപകനായ മുഹമ്മദ് ആണ്. അനുയായികൾ തരിമ്പും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും വിശ്വാസയോഗ്യമായ നിരവധി ഹദീസുകൾ നമ്മളോട് വിളിച്ചു പറയുന്നത് മുഹമ്മദ് ഒരു ബൈസെക്ഷൽ ആയിരുന്നു എന്നാണ്. ചില ഖുർആൻ വചനങ്ങൾ ആ നിഗമനത്തെ പിന്താങ്ങുന്നുമുണ്ട്. എന്താണ് ബൈസെക്ഷൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തിക്ക് അത് സ്ത്രീയോ പുരുഷനോ ആയിക്കൊള്ളട്ടെ, ഒരേ സമയം സ്ത്രീകളോടും പുരുഷന്മാരോടും പ്രണയമോ ലൈംഗിക താല്പര്യമോ ഒക്കെ തോന്നുന്ന അവസ്ഥയാണ്. ഞാനിവിടെ അയാൾ പറയുന്ന കളവ് പിടികൂടുക കേട്ടോ. എത്രത്തോളം ഇവർ സാമൂഹ്യ ദ്രോഹികളായി മാറി എന്നതിനുള്ളൊരു തെളിവും കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അനുയായികൾ തരിമ്പും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും വിശ്വാസയോഗ്യമായ നിരവധി ഹദീസുകൾ നമ്മളോട് വിളിച്ചു പറയുന്നത് മുഹമ്മദ് ഒരു ബൈസെക്ഷൽ ആയിരുന്നു എന്നാണ്. ചില ഖുർആൻ വചനങ്ങൾ ആ നിഗമനത്തെ പിന്താങ്ങുന്നുമുണ്ട്. കളവ് ഒന്ന്, ചില ഖുർആനിക വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈസെക്ഷൽ ആണ് എന്നതിന് തെളിവാണ്. എന്റെ ഷാറോണെ, ഏത് ഖുർആനിക വചനമാണ് അതിന് തെളിവ്? അതോത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈസെക്ഷൽ ആണ് എന്നതിന് അദ്ദേഹം ഈ വീഡിയോയിൽ ഒരൊറ്റ ഖുർആനിക വചനവും ഓതിയിട്ടില്ല. പിന്നെ കുറച്ച് ഹദീസാണുള്ളത്, അതിന്റെ കഥ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ വെറുതെ അങ്ങ് വിടന്നെ. ഖുർആനിക വചനം അതിനെ പിന്തുണക്കുന്നു. ഏത് ഖുർആനിക വചനം? ഇനി നബി തങ്ങൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നതിനുള്ള ചില ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ. ഇവിടെയും രേഖപ്പെടുത്തപ്പെട്ടതായി കാണുന്നില്ല. ഇനി തിർമിദിയുടെ ഈ ഹദീസ് ശ്രദ്ധിക്കുക. ഐഷ പറഞ്ഞു, പ്രവാചകൻ നിന്നുകൊണ്ട് മൂത്രമൊഴിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കരുത്. ഇരുന്നു കൊണ്ടല്ലാതെ അദ്ദേഹം മൂത്രമൊഴിക്കാറില്ല. ഉമർ, ബുറൈദ, അബ്ദുറഹ്മാൻ ബിൻ ഹസൻ തുടങ്ങിയവരും ഇത് വിവരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇത് ശ്രൈണതയുടെ ഭാഗമല്ല. ഭയങ്കര രസമുള്ള തെളിവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈസെക്ഷൽ ആണ് എന്നതിന്റെ തെളിവെന്താ? ഇരുന്ന് മൂത്രയിച്ചിരുന്നു. അപ്പൊ ലോകത്ത് ഇരുന്ന് മൂത്രയിക്കുന്ന ആൾക്കാരൊക്കെ ബൈസെക്ഷലാ. എന്റെ ഷാറോണെ, നീ ഇസ്ലാമിലായിരുന്ന കാലത്ത് ഇരുന്നിട്ടല്ലേ മൂത്രയിച്ചത്? അപ്പോൾ നീ ബൈസെക്ഷൽ ആയിരുന്നോ? ഇപ്പോഴും ടോയ്ലറ്റിലേക്ക് രണ്ടാവശ്യത്തിനായിട്ട് പോകുമ്പോൾ, മൂത്രമൊഴിക്കാനും കാഷ്ടിക്കാനും കൂടിയും പോകുമ്പോൾ ആദ്യം നിന്നൊന്ന് മൂത്രയിച്ചിട്ട് പിന്നെ കാഷ്ടിക്കാൻ വേണ്ടി ഇരിക്കല. രണ്ടും ഒപ്പമല്ല നടത്താറുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം അത് നടത്തുന്ന ഷാറോൺ ബൈസെക്ഷൽ ആണെന്നാ? അത് നടത്തുന്ന ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ബൈസെക്ഷൽ ആണെന്നാ? എന്ത് തെളിവാടുത്? മൂത്രം കാലിൽ തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ്, വൃത്തി കൂടിപ്പോയത് കൊണ്ടുള്ള പ്രശ്നമാണ് എന്നൊക്കെ വേണമെങ്കിൽ വാദിച്ചു നോക്കാം. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? അപ്പോ ഇത് വൃത്തിക്ക് വേണ്ടിയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന് മൂത്രയിച്ചത് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ അറിയോ? കാരണം നിങ്ങൾ കേട്ടോളി, അതാണ് ഭയങ്കര രസം. ലോകത്തെവിടെയും മുഹമ്മദിന്റെ ജന്മദേശമായ സൗദി അറേബ്യയിലടക്കം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പബ്ലിക് ടോയ്ലറ്റുകളിൽ കാണുന്ന വ്യത്യാസം ഇതാണ്. പുരുഷന്മാർക്ക് നിന്നുകൊണ്ടും സ്ത്രീകൾക്ക് ഇരുന്നു കൊണ്ടും മൂത്രമൊഴിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് അവ സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് സ്ത്രീ ഇരുന്നു കൊണ്ടും പുരുഷൻ നിന്നുകൊണ്ടുമാണ് മൂത്രമൊഴിക്കുക എന്നത് പൊതുവിൽ സ്വീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ് എന്ന് സാരം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗദിയിൽ പോലും കാണുന്ന ടോയ്ലറ്റിന്റെ വ്യത്യാസം ഇതാണ്. നിങ്ങൾ ആ ടോയ്ലറ്റ് ഒന്ന് നോക്കൂ. എന്റെ ഷാറോൺ, ആ ടോയ്ലറ്റ് എന്ന് കണ്ടുപിടിച്ചതാ? അത് ഈ ആധുനിക ലോകത്ത് കണ്ടുപിടിച്ച ടോയ്ലറ്റ് അല്ലേ? ഒന്നാമത് സൗദിയിൽ അത് മാത്രമാണോ എന്ന വിഷയം വേറെ. അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഈ അടുത്ത് കണ്ടുപിടിച്ച ടോയ്ലറ്റ് സൗകര്യമല്ലേ? സൗദിയിൽ ഇപ്പോൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് മൂത്രയിച്ചത് ബൈസെക്ഷലിന്റെ തെളിവാണ്. വല്ലാത്ത കണ്ടുപിടുത്തം തന്നെ. ഇനി മുൻപ് പറഞ്ഞ ഇമാം ബുഖാരി തയ്യാറാക്കിയ അൽ-അദബ് അൽ-മുഫ്രദിലെ തന്നെ 1183 നമ്പർ ഹദീസ് ശ്രദ്ധിക്കുക. അബൂ ഹുറൈറ ഇങ്ങനെ പറഞ്ഞു, അൽ ഹസനെ കാണുമ്പോഴൊക്കെ എന്റെ കണ്ണ് നിറയും. ഞാനൊരു ദിവസം പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പ്രവാചകൻ വന്ന് എന്റെ കയ്യിൽ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി. ബനു കിനൂക്കയുടെ ചന്തയിലെത്തും വരെ അദ്ദേഹം എന്നോട് സംസാരിച്ചില്ല. പിന്നെ ഞങ്ങൾ പള്ളിയിലെത്തി. അദ്ദേഹം ഇരിക്കുകയും സ്വയം വസ്ത്രത്തിൽ പൊതിയുകയും ചെയ്തു. ശേഷം ചെറിയവനെവിടെ, അവനെ വിളിക്കൂ എന്ന് പറഞ്ഞു. ഉടൻ ഹസൻ ഓടി വന്ന് അദ്ദേഹത്തിന്റെ മടിയിൽ ചാടിക്കയറി അദ്ദേഹത്തിന്റെ താടിയിൽ വിരൽ ഓടിച്ചു. അപ്പോൾ പ്രവാചകൻ അവന്റെ വായ തുറപ്പിച്ച ശേഷം തന്റെ വായ അവന്റെ വായയിലിട്ടു. ശേഷം അല്ലാഹു, ഞാൻ ഇവനെ സ്നേഹിക്കുന്നു, ഇവനെയും ഇവനെ സ്നേഹിക്കുന്നവനെയും നീ സ്നേഹിക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ പ്രവാചകൻ സ്വന്തം വായ ഹസന്റെ വായയിൽ ഇട്ടു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്?
ഇത് അതിതീവ്രമായ ഒരു ചുംബനം അഥവാ ഒരു ഫ്രഞ്ച് കിസ്സായിരിക്കാനാണ് സാധ്യത. രണ്ട് പുരുഷന്മാർ തമ്മിൽ ഫ്രഞ്ച് കിസ് ചെയ്യുന്നത് അവർ അനുരാഗപരവശരായിരുന്നു എന്നതിന്റെ തെളിവല്ലാതെ മറ്റെന്താണ്? നഊദുബില്ലാ. ഒരു എക്സ് മുസ്ലിം ആയാൽ എത്രത്തോളം സാമൂഹ്യ ദ്രോഹിയായി മാറും, എത്രത്തോളം സാമൂഹ്യ വിപത്തായി മാറും എന്നതിന് ഇതിനപ്പുറം വേറെ തെളിവ് വേണോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം പേരക്കുട്ടിയായിട്ടുള്ള ഹസൻ റളിയല്ലാഹു അൻഹുവിനെ, മകളുടെ മകനെ, ആ ചെറിയ പിഞ്ചു പൈതലിനെ പിടിച്ചിട്ട് ഉമ്മ വെച്ചത് നബി തങ്ങൾക്ക് ആണുങ്ങളോടുള്ള ലൈംഗിക ചൊയയുടെ തെളിവാണ്. സ്വന്തം പേരക്കുട്ടിനെ, ആ പിഞ്ചു പൈതലിനെ പിടിച്ച് ഉമ്മ വെച്ചത്. എന്താ അതിനൊക്കെ പറയാ? അങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞിട്ട്, സംഘികളെ സുഖിപ്പിച്ചിട്ട്, മുസ്ലിങ്ങളെ വേദനിപ്പിച്ചിട്ട് സന്തോഷം കണ്ടെത്തുന്ന തനി സൈക്കോകൾ